അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഈ അരികിൽ എന്ന് പറയുന്ന വാക്കിന് ഞാൻ ട്യൂണുണ്ടാക്കിയിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ അരികിൽ അതേ ആ രണ്ട് സ്വരങ്ങൾക്കുള്ള ട്യൂൺ അതിനു മുമ്പ് ഞാൻ ഒരു പാട്ടിൽ ഇട്ടിട്ടുണ്ട്. അത് മാറ്റാമോന്ന് മാറ്റണം. ഒരിക്കൽ വന്നത് മറ്റൊരിക്കൽ കൂടി വരാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ട്. അങ്ങനെ രണ്ടാമത് റിപ്പല്യൂഷൻ വന്ന ഏക സോങ് ഇതാണ്. പക്ഷെ അത് തന്നെ പിന്നെ അതിന് തേടി നടന്നിട്ട് അത് കിട്ടിയില്ല. രണ്ടാമത് വേറെ അതിന് പകരം ഒരു ട്യൂൺ കിട്ടിയില്ല. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അരികിൽ അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ, അരികിൽ എന്ന് പറയുന്ന സ്വരം ഷഡ്ജമാണ്. ഷഡ്ജം ഇതിനകത്ത് താഴെ തൊട്ടിരിക്കുന്ന രണ്ട് സ്വരങ്ങളാണ്. കൃത്യമായി നിരപ്പിലുള്ള രണ്ട് സ്വരങ്ങളാണ്. അരികിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കസേരയിൽ ഇരിക്കുന്നല്ലോ, നിരന്നിരിക്കണ്ടേ, നിരപ്പിലിരിക്കണം. അതുകൊണ്ട് സ എന്നതിനകത്ത് വരണം. അരി. അതിന് ഞാൻ കുറെ ദിവസം ആലോചിച്ചിട്ട് രക്ഷയുണ്ടായില്ല. എന്നിട്ട് പഴയത് തന്നെ അരികിൽ ഇരി അവിടെ കൊണ്ടുവന്ന് നിർത്തി. അവിടെയാണ് ഞാൻ ഒരു വ്യത്യാസം. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ വെറുതെ നനച്ചുപോയി, വെറുതെ നനച്ചുപോയി. ആ സ്വരം സ എന്ന് തുടങ്ങിയതിന് ശേഷം തുടങ്ങിയത് അതുകൊണ്ട് മാത്രമാണ്. അരികിൽ അവിടെ തുടങ്ങിയതുകൊണ്ട് ബാക്കിയുള്ള ഇതിനെല്ലാം വെറൈറ്റി വയ്ക്കാൻ തുടങ്ങി. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ വെറുതെ. ആ വാക്ക് വെറുതെ പോകരുത്. വെറുതെ എന്ന് പറയുന്ന വാക്ക് വെറുതെ പോകരുത്. വെറുതെ നനച്ചുപോയി, വെറുതെ രണ്ടാമത് പറയുമ്പോഴും അത് വെറുതെ ആകരുത് എന്നുദ്ദേശിച്ച് തന്നെയാണ് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ വെറുതെ നനച്ചുപോയി, വെറുതെ നനച്ചുപോയി. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഇത്രയും ഓരോ അക്ഷരങ്ങൾ വീതം ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഞാൻ മൊത്തം പാട്ടുണ്ടാക്കുന്നത്. നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. പ്രകൃതിയുടെ മടിത്തട്ടിലിരുന്ന് വായിക്കേണ്ട, പഠിക്കേണ്ട ഒരു കവിതയാണ് ഞാൻ നിങ്ങളെ ചൊല്ലിക്കേൾപ്പിക്കാൻ പോകുന്നത്. ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. നമുക്ക് ഏറ്റവും കടപ്പാട് നൊന്തുപറ്റ നമ്മുടെ അമ്മയോടാണ്. അങ്ങനെ എത്രയോ അമ്മമാരുടെ അമ്മയാണ് ഈ ഭൂമി. ആ ഭൂമിയോട് നമ്മൾ കാണിക്കുന്ന ക്രൂരതയോർത്തുള്ള ഒരു വിലാപമാണിത്. ഇതിൻ്റെ പേര് ഭൂമിക്കൊരു ചരമഗീതം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്നമൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലിന്നേ കുറിച്ച ഗീതം. നമസ്കാരം. ഒരു രസകരമായ ഒരു പ്രോഗ്രാമാണ് ഞാനിന്ന് ചെയ്യുന്നത്. ഒരുപാട് പേർ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഈ സിനിമയെക്കുറിച്ച് താങ്കൾ ഒരുപാട് ചെയ്യുന്നു, പക്ഷേ സിനിമ പാട്ടുകളെക്കുറിച്ച് വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ കുറയ്ക്കരുത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ,
നമ്മൾ പൈസ കൊടുത്ത് പാടിച്ച് വീഡിയോ ആക്കി ഇടാൻ എനിക്ക് യാതൊരു മടിയുമില്ല. നമ്മളിപ്പോൾ ഈശ്വരചിന്തയിലൊന്നേ മനുജന് ശാശ്വത വിയുലകിൽ നമ്മൾ പാടിച്ചില്ലേ, എത്ര പാട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം, പൈസ കൊടുക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ പ്രശ്നം കോപ്പി റൈറ്റിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ സത്യം മാഷിൻ്റെ എല്ലാത്തിലും ഇളയ മകൻ ജീവൻ സത്യൻ്റെ മകൾ ആശാ ജീവനും ജീവൻ സത്യനും കൂടി ഒരു പാട്ട് പാടിയത് സത്യം മാഷിൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ള പ്രോഗ്രാമിൽ നമ്മൾ ഇട്ടിരുന്നു. അത് എനിക്ക് ആശാ ജീവൻ സത്യൻ അയച്ചു തന്നതാണ് പാട്ട് വീഡിയോ. പക്ഷേ സംപ്രേഷണം തുടങ്ങി 2-ാം ദിവസം എനിക്ക് മെസ്സേജ് വന്നു, ഈ പാട്ടിൻ്റെ റൈറ്റ് പാട്ടുകാരൻ ഉദയഭാനു ചേട്ടൻ്റെ മകനാണെന്ന്. അതെനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവില്ല, ആ മകൻ ഇതിൻ്റെ റൈറ്റ് എങ്ങനെ കിട്ടുമെന്ന്. അപ്പോൾ ഈ പ്രോഗ്രാം 1,00,000 പേര് കാണുകയാണെങ്കിൽ ആ 1,00,000 പേരുടെ ആ പാട്ടിൻ്റെ അത്രയും ഡ്യൂറേഷൻ, ആ 4 മിനിറ്റ് എത്ര വരുമാനം വരുന്നുണ്ടോ ആ 4 മിനിറ്റിൻ്റെ വരുമാനം ഉദയഭാനുവിൻ്റെ മകന് പോവും. അതായത് നോക്കുകൂലി ഈ UDM കാർ വാങ്ങിക്കും പോലെ, ഒരു പണിയും ചെയ്യാതെ. ഈ പാട്ട് എഴുതിയ ആൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞാൽ മനസ്സിലാക്കാം, സംഗീതം കൊടുത്ത ആൾ പറഞ്ഞാൽ മനസ്സിലാക്കാം. പാടി അപ്പം പൈസ വാങ്ങിച്ചുകൊണ്ട് പോയ ഉദയഭാനുവിൻ്റെ മകന് ഈ പാട്ടിൻ്റെ റൈറ്റ് എങ്ങനെ വരും? അവിടേക്കാണ് ഇവിടെ ഈ കോപ്പി റൈറ്റിൻ്റെ ഒരുപാട് കളികൾ നടക്കുന്നത്, ചതികൾ നടക്കുന്നത്. ആ പടം നിർമ്മിച്ച നിർമ്മാതാവിന് കെട്ടുതാലി വിറ്റായിരിക്കും ആ പടം തീർത്തത്, അയാൾക്ക് കിട്ടില്ല. ആ പടം സംവിധാനം ചെയ്ത ആളിന് കിട്ടില്ല. പാടിയവൻ്റെ മകൻ വീട്ടിൽ ഇരുന്ന് നോക്കുകൂലി വാങ്ങിക്കുന്നു. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ട് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷനുണ്ട്. നമ്മളിപ്പോൾ ഈശ്വരചിന്തയിലൊന്നേ എന്നുള്ള പാട്ട് പോലും നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? തമ്പുരു മാത്രം വെച്ചിട്ട് കട്ട് ചെയ്തല്ലേ എടുത്തേ. എന്തായാലും ഇന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു പാട്ടിൻ്റെ ഒരു പിണക്കത്തിൻ്റെ കഥയാണ്. വിചിത്രമായ ഒരു പിണക്കത്തിൻ്റെയും സമാഗമത്തിൻ്റെയും കഥയാണ് ഇന്ന് പറയുന്നത്. ഈ കഥയിലെ നായകരായ സംവിധായകൻ ജേസി സാറോ, തിരക്കഥാകൃത്ത് ജോൺ പോളോ, നിർമ്മാതാവ് ഏഞ്ചൽ ഫിലിംസിൻ്റെ MD ജോർജോ, സംഗീത സംവിധായകൻ G ദേവരാജൻ മാഷോ, ഗാനരചയിതാവ് ONV കുറുപ്പ് സാറോ, ഈ പാട്ടിലെ ആ പാട്ട് രംഗത്തിൽ അഭിനയിച്ച നായകൻ മുരളിച്ചേട്ടനോ ഒന്നും ജീവിച്ചിരിപ്പില്ല. ഇവർ മാത്രമല്ല, MG സോമൻ ചേട്ടൻ, നഹാസ്, മാള രവിന്ദൻ, ഇന്നസെൻ്റ്, ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ, എഡിറ്റർ ഹരിഹരപുത്രൻ മുതലായവരും ഈ ഭൂമുഖത്തു നിന്ന് പോയി. ഞാൻ ആദ്യമായി എൻ്റെ ഗുരുനാഥൻ ജേസി സാറിനെ നേരിൽ കാണുന്നത് മുരളിച്ചേട്ടൻ നായകനായ, കാർത്തിക നായികയായ നീയത്ര ധന്യയുടെ പാട്ടുകൾ എഡിറ്റ് ചെയ്ത ശേഷം തിരുവല്ലം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ പ്രിവ്യൂ തിയേറ്ററിൽ, KSFDCയുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ ചിത്രാഞ്ജലി തിരുവല്ലത്ത്, അവിടുത്തെ പ്രിവ്യൂ തിയേറ്ററിൽ കാണാനായി എഡിറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി. സാറിൻ്റെ ഒരു പ്രത്യേക ഒരു താളമുണ്ട് നടക്കുമ്പോൾ. അങ്ങനെ പതിയെ നടന്നു വന്ന് പടിക്കെട്ടുകൾ ഇറങ്ങി തിയേറ്ററിലേക്ക് കയറുമ്പോഴും പാട്ടുകൾ കണ്ട ശേഷം തിരിച്ച് പടിക്കെട്ടുകൾ കയറി മുറ്റത്തിറങ്ങി 555 സിഗരറ്റ് വലിച്ചു നിൽക്കുമ്പോഴുമാണ് ഞാൻ ആദ്യമായിട്ട് ജേസി സാറിനെ കാണുന്നത്. അതൊരു 1.5 കാഴ്ചയാണ് എൻ്റെ മനസ്സിലിപ്പോഴും. എൻ്റെ വകയിൽ അകന്ന വകയിലുള്ള ബന്ധത്തിൽപ്പെട്ട 2 പേര് അക്കാലത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ലാബ് ചീഫായ സുധീറിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്നു. ജ്യേഷ്ഠാനുജന്മാർ ശിവൻകുട്ടിയും ഗോപനും. എൻ്റെ സിനിമാ കമ്പം നന്നായി അറിയാവുന്ന, ഞാൻ ശിവണ്ണ എന്ന് വിളിക്കുന്ന ശിവൻകുട്ടി എനിക്ക് വേണ്ടി പലരോടും ശുപാർശകൾ നടത്തിയിരുന്നു അക്കാലത്ത്. ഇതിനായി ഇടയ്ക്കിടെ ആരോടെങ്കിലും കടം വാങ്ങിയ കാശിൽ ബസ്സിൽ കയറി തിരുവല്ലത്തിറങ്ങി തിരുവല്ലം കുന്നുവരെ നടന്ന് കയറി സ്റ്റുഡിയോയിൽ ചെല്ലും. 1986-87 കാലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്, 40 വർഷം മുമ്പത്തെ കാര്യം. അന്നൊക്കെ 10 രൂപ ഒപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാഹസികമായ പണിയായിരുന്നു. ശാന്തിവിളയിൽ നിന്നും ബസ് കയറി കിഴക്കേക്കോട്ടയിൽ ഇറങ്ങി, അവിടുന്ന് ബസ് കയറി തിരുവല്ലത്തിറങ്ങി നടന്ന്
തിരുവല്ലം കുന്ന് കയറുക എന്നത് ഈ ശബരിമല പോകുന്നവർ പറയും പോലെ കരിമല കയറ്റം ഭയങ്കരം അയ്യപ്പ എന്ന് പറയും പോലെ, കരിമല കയറ്റം കഠിനമെൻ്റെ അയ്യപ്പ എന്ന് പറയുന്നത് പോലെ തിരുവല്ലം കുന്ന് കയറുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആയാസമുള്ള പണിയാണ്. സ്റ്റുഡിയോയുടെ മുന്നിൽ ബസ് സ്റ്റോപ്പുണ്ട്, പക്ഷേ അവിടെ ഇറങ്ങണമെങ്കിൽ അതിൻ്റെ റേറ്റ് മാറും, 10 പൈസ എന്തോ കൂടുതൽ കൊടുക്കണം. അതിനാൽ തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലിറങ്ങി നടക്കും. പിതൃക്കൾക്ക് ബലിയിടാൻ തെക്കേ കേരളത്തിലെ എല്ലാവരും പോകുന്ന സ്ഥലമാണല്ലോ പരശുരാമ ക്ഷേത്രം. അതിൻ്റെ മുന്നിലിറങ്ങും, എന്നിട്ട് നടക്കും. അത്ര കഷ്ടം പിടിച്ച ജീവിതമായിരുന്നു അക്കാലത്ത് എൻ്റേത്. ഉച്ചവരെ സ്റ്റുഡിയോയുടെ റിസപ്ഷനിൽ ഞാനിരിക്കും. അപ്പോൾ എഡിറ്റിങ്ങിനും ലാബിൽ ഗ്രേഡിങ്ങിനും ഒക്കെ വരുന്ന സിനിമാക്കാരെ കാണാൻ പറ്റും. പതിയെ നടന്ന് ഡബ്ബ് തിയേറ്ററിൻ്റെ മുന്നിൽ പോയി നിൽക്കും. അങ്ങനെയാണ് പി പത്മരാജ സാറിനെയും അടൂർ ഗോപാലകൃഷ്ണനെയും ജി അരവിന്ദനെയും പി എ ബക്കറിനെയും ജോൺ അബ്രാഹിമിനെയും പ്രിയദർശനെയും ഹരികുമാറിനെയും ഷാജിയൻ കരുണിനെയും ലെനിൻ രാജേന്ദ്രനെയും റെക്കോർഡ്സ് പി ദേവദാസിനെയും ഹരിയെയും കൃഷ്ണനുണ്ണിയെയും അതുപോലുള്ള കുറേ പ്രതിഭകളെ ജീവനോടെ നേരിൽ കാണാൻ പറ്റിയത് ചിത്രാഞ്ജലിയുടെ ഈ പറഞ്ഞ ലാബിലെ റിസപ്ഷനിലിരുന്നിട്ട് കുറച്ച് ബോറടിക്കുമ്പോൾ ഇറങ്ങി നടക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്റ്റുഡിയോയിൽ. അപ്പോഴാണ് ഇവരെയൊക്കെ നേരി കണ്ടിട്ടുള്ളത്. റെക്കോർഡ്സ് ഹുസൈൻ, ഒരു ഉണ്ണിത്താൻ, ആൻ്റണി, ഇവരൊക്കെ അക്കാലത്ത് എന്നോട് അനുകമ്പ കാട്ടിയവരാണ്. നീ എത്ര ധന്യയിലെ പാട്ടുകൾ, ആ സിനിമയുമായിട്ട് ബന്ധമില്ലാത്ത ഒരാൾ ആദ്യം കാണുന്നത് ഒരുപക്ഷെ ഞാനായിരിക്കും. സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴൊക്കെ പ്രിവ്യൂ തിയേറ്ററിലെ പ്രൊജക്ഷൻ റൂമിൽ ഞാൻ കയറും. താടിയൊക്കെ വളർത്തിയ എനിക്ക് യഥാർത്ഥത്തിൽ ശരിക്കും പേരറിഞ്ഞൂടാ. സ്വാമി സ്വാമി എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഒരു സ്വാമിയായിരുന്നു, പ്രൊജക്ഷനിസ്റ്റ്. എന്നെ ശിവണ്ണൻ സ്വാമിയെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ ചങ്ങാത്തുമായി. എനിക്കവിടെ കയറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ പടം സെൻസറിങ്ങൊക്കെ നടക്കുമ്പോൾ പ്രൊജക്ഷൻ റൂമിൽ കയറി നിന്ന് വേണമെങ്കിൽ കാണാം. നിയമപരമായി തെറ്റാണ്, എന്നാലും ഞാൻ നിന്ന് കാണും. എന്നെ കണ്ടാലും അടുത്തൊരു സ്റ്റാഫാണെന്നേ വിചാരിക്കും. അങ്ങനെ സ്വാമിയുടെ കൂടെ പ്രൊജക്ഷൻ റൂമിൽ നിന്ന് നീ എത്ര ധന്യയിലെ പാട്ടുകൾ കാണാനുള്ള അവസരം എനിക്ക് കിട്ടി. ഇന്നും മാധുരിയമ്മ നീ എത്ര ധന്യയിൽ പാടിയ ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനെയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു, ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺതുറന്നു എന്ന ഈ ഗാനരംഗമാണ് ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ എഡിറ്റിംഗ് കഴിഞ്ഞുടൻ, റഷ് കട്ട് കഴിഞ്ഞുടൻ ഞാൻ കണ്ടത്. അതുകൊണ്ടായിരിക്കണം 40 വർഷം എനിക്ക് പുറകിലേക്ക് ഇപ്പോഴും പോകാൻ കഴിയുന്നത്. അത്രയ്ക്ക് ഹൃദയത്തിൽ പതിഞ്ഞ പാട്ടാണ് മാധുരിയമ്മ പാടിയ ഈ പാട്ട്. ഞാനിങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോൾ പെൻഡ്രൈവിൽ പാട്ട് കുത്തിയിട്ടേക്കുമല്ലോ. സിന്ധുവിൻ്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്, അച്ചുവിൻ്റെ ഉണ്ട്. അച്ചുവിൻ്റെ ആണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത അടിപൊളി പാട്ടുകളാണ് ഇപ്പോഴത്തെ. അവൻ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അവൻ ആ പെൻഡ്രൈവ് കുത്തും. കാറിൽ എപ്പോഴും വഴക്കാണ്. സിന്ധുവും ഞാനും മാത്രമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ സിന്ധുവിൻ്റെ പെൻഡ്രൈവാണ് കുത്താറ്. അപ്പോൾ അതിൽ ഈ പാട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റുന്നറിയില്ല, ഈ പാട്ട് ഒരാവർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ റിവൈൻഡ് ചെയ്യും, വീണ്ടും ഒന്നുകൂടെ കേൾക്കും. എനിക്ക് എത്ര കേട്ടാലും മതി വരാത്ത മാധുരിയമ്മയുടെ പാട്ടാണ്. കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ലോകത്ത് ജീവിക്കുമ്പോഴും ജീവിക്കണം, 4 ആളുടെ മുന്നിൽ അന്തസ്സായി ജീവിക്കണം, 10 പേർ എന്നെ അറിയണം, മാന്യമായി ഭക്ഷണം കഴിച്ച് നല്ല വേഷങ്ങളിട്ട് തലയുയർത്തി ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിൽ കഴിയുന്ന കാലമാണ് അപ്പോൾ. മറക്കാനാവില്ല സത്യമായിട്ടും ആ ദിനങ്ങൾ. അതിനാൽ തന്നെ നീ ഇത്ര ധന്യയെയും അതിലെ പാട്ടുകളെയും ഹൃദയത്തിൽ ഞാൻ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. എന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമുള്ള പാട്ടുകളാണ്. ഇന്നും അത് കൊണ്ടു നടക്കുന്നു. ജേസി സാറിനെ ഞാനയിലൂടെയൊക്കെ നല്ല പരിചയമുണ്ട് എനിക്ക്. ഞാൻ സിനിമാ വാരികൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ മാത്രമാണ് മറിച്ച് നോക്കാറ് എന്ന ജേസി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു കമൻറ്റ് അക്കാലത്ത് വലിയ വാർത്താ കോലാഹലം ഉണ്ടാക്കിയ പ്രസ്താവമായിരുന്നു. ഞാൻ സിനിമാ വാരികൾ വായിക്കുന്നത് ടോയ്ലറ്റിൽ പോകുമ്പോഴാണ്.
എന്ന് സാറ് പറഞ്ഞു. അത് വലിയ കോലാഹലമായി. ഞാനൊക്കെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉയർത്തി. പത്രക്കാരെ ഒരു പരിധിക്കപ്പുറം വകവയ്ക്കാത്ത പ്രകൃതക്കാരനായിരുന്നു ജെ.സി. സാർ. സെറ്റ് കവർ ചെയ്യാൻ വന്നാൽ മാന്യമായി പെരുമാറും എന്നതിനപ്പുറം പത്രക്കാർക്ക് അമിത പ്രാധാന്യം നൽകുകയോ നന്നായി കവർ ചെയ്ത് ഈ പടത്തെ രക്ഷിക്കണം എന്ന് പറയുകയോ ഒരിക്കലും ജെ.സി. സാർ ചെയ്തിട്ടില്ല. ചിത്രാഞ്ജലി എഡിറ്റിംഗ് റൂമിൽ നിന്ന് ജെ.സി. സാർ തലയുയർത്തി നടന്നു വരികയാണ്. സമൃദ്ധമായ എണ്ണമയമുള്ള തലമുടിയും താടിയും, കറുത്ത കട്ടിയുള്ള ഫ്രെയിമിലെ കണ്ണട, നൂലുപോലെ കുനുകുനുകുനാന്നുള്ള സ്വർണ്ണമാല, ചുവന്ന കല്ല് പതിച്ച വലിയൊരു ചുവന്ന കല്ല് പതിച്ച മോതിരമിട്ട ഇടം കൈയിൽ 555 സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും, ക്രീം കളറിലുള്ള ജുബയും ചെറിയ സ്വർണ്ണ കസവ് വരെയുള്ള കോടിമുണ്ടും, ബ്രൗൺ നിറത്തിലെ ഒരു തോൾ ചെരുപ്പ്. ഇത്രയും ഒരു എന്താ പറയുക, എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പതിച്ചു വച്ചിരിക്കുകയാണ് ആ രൂപം ആദ്യമായിട്ട് കണ്ടത്. അവിടെ ഇരിക്കുന്ന, അവിടെ കൂടി നിൽക്കുന്ന ആരെയും ശ്രദ്ധിക്കാതെ പതിയെ നടന്ന് പടിക്കെട്ടുകൾ ഇറങ്ങിപ്പോകുന്ന കാഴ്ച മനസ്സിൽ ഇപ്പോഴും റിവൈൻഡ് ചെയ്താൽ എനിക്ക് കാണാനാവും. കറുത്ത വലിയ കരയുള്ള തൂവുള്ള എന്താ പറയുക വടി പോലുള്ള മുണ്ടും, അതുപോലെ വടിവൊത്ത തൂവുള്ള ഷർട്ട്, കൈകൾ മടക്കി കൈമുട്ടുവരെ കയറ്റിയ, ചുണ്ടുമലർന്ന കട്ടിമീശയും ഉണ്ട കണ്ണുകളുമുള്ള ഒരാളാണ് ജെ.സി. സാറിനെ അനുഗമിക്കുന്നത്. 2 പേരുണ്ട്, അതിലൊരാളിനെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഒറ്റ നോട്ടത്തിൽ ഞാൻ കരുതിയത് അത് നിർമ്മാതാവായിരിക്കും എന്നാണ്. വൈകിയാണ് ഞാൻ ആ വ്യക്തിയെ പരിചയപ്പെട്ടത്. ജെ.സി. സാറിൻ്റെ മാത്രം അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന A.R. രാജനാണത്. രാജേട്ടൻ ജെ.സി. സാറിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹം ഗുഡ് നൈറ്റ് ഫിലിംസിൻ്റെ നടത്തിപ്പുകാരനായി ഗുഡ് നൈറ്റ് മോഹൻ സാറിൻ്റെ കോടികൾ തുലച്ച മനുഷ്യനാണ് A.R. രാജൻ. ഞാൻ രാജേട്ടനെ കുറിച്ചൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. മോഹൻ സാറ് തന്നെ എന്നോടൊരിക്കൽ പറഞ്ഞു, ദിനേശേ, രാജൻ കള്ളനല്ല, ജീവിക്കാൻ പഠിക്കാത്ത മനുഷ്യൻ, അത്രയേ ഉള്ളൂ. ചോദിച്ചവർക്കൊക്കെ നടക്കാത്ത പ്രോജക്റ്റുകൾക്ക് ലക്ഷങ്ങൾ വാരിക്കൊടുത്ത എന്താ പറയുക, ആ കാശാണ് ഗുഡ് നൈറ്റിന് സിനിമയിൽ കോടികൾ നഷ്ടം വരുത്തുക. അല്ല, സിനിമ എടുത്തതുകൊണ്ടല്ല. ആരൊക്കെ അഡ്വാൻസ് ചോദിച്ചോ അവർക്കെല്ലാം വാരിക്കോരി കൊടുത്തു. അതെല്ലാം കൂടെ കിട്ടിയാൽ തന്നെ ഇപ്പം ഗുഡ് നൈറ്റ് മോഹൻ സാറിന് ഒരു 10-25 കോടി രൂപ ഈ അഡ്വാൻസ് കൊടുത്തത് തന്നെ, നടക്കാത്ത അഡ്വാൻസ് കൊടുത്തത് തന്നെ തിരിച്ചു കൊടുത്താൽ കിട്ടും. സിനിമ നിർമ്മാണം തന്നെ നിർത്തിപ്പോകാൻ മോഹൻ സാർ ആലോചിച്ചത് ഈ കാരണമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഒടുവിൽ അവസാന കാലത്ത് കൃത്യസമയത്ത് ആഹാരം കഴിക്കാനില്ലാതെ, കിടക്കാൻ വൃത്തിയുള്ള ഒരിടം കിട്ടാതെ അവസാനിച്ചു A.R. രാജൻ്റെ ജീവിതം. അതിശയോക്തിയില്ലാതെയാണ് ഞാൻ പറയുന്നത്. രാവിലെ തിരുവനന്തപുരത്ത് പങ്കജ് ഹോട്ടലിൽ പ്രാതൽ കഴിച്ചിട്ട്, പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് തൊട്ടടുത്ത വിമാനത്തിൽ കയറി ബോംബെക്ക് പോകും. ചുമ്മാ ഗുഡ് നൈറ്റ് മോഹൻ സാറുമായിട്ട് കുറേ വാചകം അടിച്ചിരിക്കും. മിക്കവാറും മോഹൻ സാറിൻ്റെ വീട്ടിൽ തന്നെ മിഷ്ടാനം ഉണ്ണും. വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ രാജേട്ടൻ മദ്രാസിലിറങ്ങും. രാത്രി ഭക്ഷണം അവിടെ കഴിക്കും. എന്നിട്ട് സുഖമായി കിടന്ന് ഉറങ്ങും. രാവിലത്തെ ഫ്ലൈറ്റിന് കൊച്ചിക്ക് മടങ്ങും. അവിടെ ആയിരിക്കും പ്രഭാത ഭക്ഷണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഇത് ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി പറയുകയല്ല, നടന്നിരുന്ന സംഭവമാണ് പറയുന്നത്. എവിടെയെല്ലാം പോകുന്നു അവിടത്തെയൊക്കെ ഹോട്ടലുകളിൽ ഷർട്ടും മുണ്ടും അണ്ടർവെയറും ഒക്കെ അലക്കാനിടും. അത് നനച്ച് ഉണക്കി അയൺ ചെയ്ത് വരും മുമ്പ് പെട്ടിയും എടുത്ത് പുള്ളി അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് പോകുമല്ലോ. അടുത്ത സ്ഥലത്തും ഇത് തന്നെ ആവർത്തിക്കും. ഇട്ടുകൊണ്ട് പോയ ഷർട്ടും മുണ്ടും അണ്ടർവെയറും എല്ലാം കൂടെ അവിടെ അലക്കാനിടും. വെള്ള ബനിയനിടും അകത്ത്, എപ്പോഴും ഉടുപ്പിനകത്ത്, അതും എല്ലാം കൂടെ പറക്കി അലക്കാനിടും. അവിടെ നിന്ന്
അടുത്ത ഫ്ലൈറ്റ് പിടിച്ചങ്ങ് പോകും. ഇങ്ങനെ ഒരു നാൾ തിരുവനന്തപുരത്ത് പങ്കജിൽ നിന്ന് പുറത്തേക്ക് പോകാൻ മാറി ഉടുക്കാൻ ഡ്രസ്സില്ല. ഡ്രസ്സുകൾ പല സംസ്ഥാനങ്ങളിലെ പല ഹോട്ടലുകളിൽ കിടക്കുക. എന്നെയും കൂട്ടി പ്രശസ്തമായ കരാൾക്കടയിൽ പോയി കൈതമുക്കിൽ. അവിടുന്ന് 10 മുണ്ട് വാങ്ങി. നേരെ പാർത്താസി കയറി. ഈ മുണ്ടിന് മാച്ച് ചെയ്യുന്ന 10 ഷർട്ട് വാങ്ങി. ഒപ്പം അതിൻ്റെ അടിവസ്ത്രങ്ങളും വാങ്ങിച്ചു. കൂടെ പോയ എന്നോട് ചുമ്മാതെയെങ്കിലും ഒരു ഷർട്ട് വാങ്ങിക്കുമോ അല്ലെങ്കിൽ ഒരു മുണ്ട് വാങ്ങിക്കുമോ എന്ന് രാജേട്ടൻ പറഞ്ഞിട്ടേയില്ല. ഞാൻ കൊതിച്ചിരുന്നു പറയുമെന്ന്. വേണ്ട ഏട്ടാ എന്ന് ഞാൻ പറയും. പക്ഷേ എങ്കിൽ പോലും എന്നോട് രാജേട്ടൻ ചോദിക്കും, എടാ ഒരു ഷർട്ട് എടുത്തോളാം ദിനേശേ, ഒരു മുണ്ട് വാങ്ങിച്ചോളാം ദിനേശേ എന്ന് പറയുമെന്ന് ഞാൻ കരുതി. പക്ഷേ അതെന്നോട് പറഞ്ഞിട്ടില്ല. അതിന് ഞാൻ ചെയ്ത പ്രതികാരം കൂടി ഇവിടെ പറയണം. ഞാൻ മുമ്പൊരിക്കൽ എൻ്റെ ചിറ്റപ്പൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കൊച്ചച്ഛനെ ഒരു പ്രതികാരം തീർത്ത കഥ ഞാൻ പറഞ്ഞല്ലോ. DSP ആയിരുന്നൊരു മനുഷ്യന് സീരിയലിൽ വേഷം വാങ്ങിക്കൊടുത്ത് 5000 രൂപ വാങ്ങിക്കൊടുത്തൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ രാജേട്ടനോടും ഞാനൊരു പ്രതികാരം തീർത്തു. എന്തോ ആവശ്യത്തിനായി ഞാൻ എറണാകുളത്തെ PTH താമസിക്കുന്നു, ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ താമസിക്കുന്നു. ഞാനൊരു വെജിറ്റേറിയൻകാരനായതുകൊണ്ട് പറയുകയാണെന്ന് എനിക്കറിയില്ല. മനോഹരമായ രുചികരമായ വെജിറ്റേറിയൻ ഫുഡാണ്, വെജിറ്റേറിയൻ ഊണാണ് ഭാരത് ടൂറിസ്റ്റ് ഹോമിലെ. വളരെ പ്രസിദ്ധമാണ് അവിടുത്തെ. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നല്ല തൂശൻ ഇലയിട്ട് ഒരു 1.5 ഊണുണ്ണ. ഞാൻ ഊണ് കഴിക്കാനായി റൂമിൽ നിന്നിറങ്ങി ലിഫ്റ്റിൽ വന്നിറങ്ങുമ്പോൾ എൻ്റെ മുന്നിൽ രാജേട്ടൻ. ശാന്തുള്ള ഇവിടെ ഉണ്ടായിരുന്നു, എന്താ ഇവിടെ? ഞാൻ വന്ന കാര്യം പറയുകയാണെങ്കിലും രാജേട്ടനെയാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. സദാ നെറ്റിയിൽ ചന്ദനക്കുറിയോ മൂകാംബിയിലെ കുങ്കുമക്കുറിയോ ഇടുന്ന ആളാണ്. കുറിയിട്ട് നെറ്റി മുഴുവൻ കരിവാളിച്ചു പോയി, കറുകറാന്നായിപ്പോയി ഇവിടെ അത്രയും. കുളിച്ചിട്ടില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഇട്ടിരിക്കുന്ന ഷർട്ട് വെള്ളയെന്നും ഇട്ടിരിക്കുന്ന മുണ്ട് വെള്ള മുണ്ടാണെന്നും ആയിരിക്കും പുള്ളി ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ആ വെളുത്ത മുണ്ടും ഷർട്ടും ഊരി വാങ്ങി എൻ്റെ വയലിലെ ഒരു വാഴയുടെ ചോട്ടിൽ നനച്ച് പിഴിഞ്ഞാൽ ഒരു തവണത്തെ വളം വാഴക്കിടണ്ട. അത്ര അഴുക്കായ കൂതറയായ വെള്ള ഷർട്ടും വെള്ള മുണ്ടുമാണ് ഉടുത്തിരിക്കുന്നത്. അത്രയ്ക്ക് മുഷിഞ്ഞ വേഷത്തിൽ ഞാൻ രാജേട്ടനെ കണ്ടിട്ടേ ഇല്ല. ആകപ്പാടെ തകർന്നടിഞ്ഞ ഒരു രൂപം. ഞാൻ വളരെ കൂളായിട്ട് പറഞ്ഞു, ഞാൻ ഊണ് കഴിക്കാൻ ഇറങ്ങിയതാണ് രാജേട്ടൻ ഉണ്ണുന്നോ? ആ ചോദ്യത്തിന് മുന്നിൽ രാജേട്ടൻ ആശ്വാസം കൊണ്ട് മുഖം വിടരുന്നത് എനിക്ക് കാണാമായിരുന്നു. ഉണ്ണാം, ശാന്തിയുള്ള ഉണ്ണാൻ വിളിച്ചിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞു എന്ന് വേണ്ട. എല്ലാം പൊളിഞ്ഞിരിക്കുമ്പോഴും വാചകത്തിനൊരു കുറവുമില്ല. ഞാനിപ്പോൾ ശാന്തുള്ള ദിനേശ് വിളിച്ചിട്ട് ഉണ്ണുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ണുന്നില്ല എന്ന് പറഞ്ഞാൽ ശാന്തുള്ളയ്ക്ക് വിഷമമാവും. അത് വേണ്ട, ഉണ്ണാം. ഞങ്ങൾ 2 പേർക്ക് ഇരിക്കാവുന്ന ടേബിളിൽ മുഖാമുഖം നോക്കിയിരുന്നു. വലിയ സിൽക്ക് പോലെ ഇരിക്കുന്ന തൂശനില കൊണ്ടുവന്ന് 2 പേർക്ക് വിട്ടു. അതിലാണ് ഊണ് വിളമ്പുന്നത്. BTHൽ കറികൾ തന്നെ ഒരു 6-7 എണ്ണം കാണും. അപ്പോൾ ഊണ് കഴിക്കുന്നതിന് തുടങ്ങുന്നത് ചപ്പാത്തിയിൽ നിന്നാണ്. രാജേട്ടൻ ആന ഒലട്ടി എന്ന് പറയുന്ന, തിരുവനന്തപുരത്ത് ഒലട്ടി എന്നാണ് പറയുന്നത്, നിങ്ങളുടെ അവിടെയൊക്കെ എന്ത് പറയുന്നത് എനിക്കുണ്ട്. ആ ഒലട്ടിയെ ചുട്ടുകൂട്ടി വാക്കകത്ത് വെച്ച് കഴിക്കുന്നത് പോലെ ചപ്പാത്തിയെ ചുരുട്ടി കറിയില്ലാതെ തന്നെ രാജേട്ടൻ അങ്ങ് വിഴുങ്ങി. ഞാൻ ചപ്പാത്തിയിൽ തൊടാതെ ഇരിക്കുകയാണ്. ശാന്തിവിളയ്ക്ക് ചപ്പാത്തി വേണ്ടേ? ഊണിന് എന്തിനാ ചേട്ടാ ചപ്പാത്തി? എനിക്ക് വേണ്ട. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ചാടി ആ ചപ്പാത്തിയും രാജേട്ടൻ നേരത്തെ പറഞ്ഞ കണക്ക് 4 മടക്കി അങ്ങ് വിഴുങ്ങി. കറിയൊന്നും എടുത്തില്ല. എനിക്ക് ബോയിൽഡ് റൈസ് വിളമ്പി. എനിക്ക് വെള്ളയരി ഇഷ്ടമല്ല, എനിക്ക് ബോയിൽഡാണ് എപ്പോഴും ഇഷ്ടം. രാജേട്ടൻ അത് വേണ്ട, വെള്ളച്ചോറ് മതി. അവരത് വിളമ്പി.
ഞാൻ പപ്പടവും പരിപ്പ് കറിയും കഴിക്കുന്ന ആളല്ല. രാജേട്ടൻ എൻ്റെ പപ്പടവും കൂടി എടുത്തു. BTHലെ പപ്പടം എന്ന് പറഞ്ഞാൽ മുറം പോലെ ഇരിക്കും, അമ്പിളി അമ്മാനെ പോലെ ഇരിക്കും, അത്ര വലിപ്പമുള്ളതാണ്. എൻ്റെ പപ്പടവും കൂടെ രാജേട്ടൻ എടുത്തു. ഞാൻ പരിപ്പ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാതെ ആർത്തിയോടെ കഴിക്കുന്ന രാജേട്ടനെ നോക്കി ഞാനിരുന്നു. പലതരം കറികൾ വീണ്ടും വീണ്ടും വരുന്നു. രാജേട്ടൻ വീണ്ടും വീണ്ടും വാങ്ങുന്നു. ചോറടക്കം വീണ്ടും വീണ്ടും വാങ്ങുന്നു. രണ്ടാമത് വന്നപ്പോൾ പുള്ളി വെള്ള അരി വേണ്ട എന്ന് പറഞ്ഞു. ബോയിൽഡ് റൈസ് വാങ്ങിയപ്പോൾ രാജേട്ടൻ നേരത്തെ വെള്ള അരിയല്ലേ വാങ്ങിയത് എന്നായി ഞാൻ. പരിപ്പ് പപ്പടത്തിന് വെള്ളച്ചോറ രുചി, സാമ്പാറിന് ചമ്പാവരിയ രുചി. രാജേട്ടൻ വിശദീകരിക്കുക. ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും രാജേട്ടൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് മനസ്സിലായി. ആഹാരം കഴിക്കുന്ന ആർത്തി കണ്ടപ്പോൾ. എൻ്റെ തൈരും കൂടി രാജേട്ടൻ എടുത്തു. എൻ്റെ പായസം ഞാൻ എടുത്തപ്പോൾ രാജേട്ടൻ്റെ മുഖം മങ്ങിയോ എന്നെനിക്കൊരു സംശയം. കാരണം ആ പായസത്തിനും കൂടി കാത്തിരിക്കുകയാണ് രാജേട്ടൻ. അപ്പം തന്നെ ഞാൻ ഒരു പാത്രം പായസം കൂടി ആവശ്യപ്പെട്ടു. അവരത് കൊണ്ടുവന്നു. ഞാനത് നീട്ടി സന്തോഷപൂർവ്വം ആ പായസവും രാജേട്ടൻ കുടിച്ചു. കദളിപ്പഴമാണ് BTHൽ പതിവായിട്ട് നമുക്ക് തരുന്നത്. അന്ന് റോബസ്റ്റ പഴമായിരുന്നു, പച്ചപ്പഴം. അതും കൂടി അകത്താക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജേട്ടൻ നന്നായി തളർന്നു. കുറച്ചു നേരം അദ്ദേഹം കസേരയിൽ ചാരിയിരുന്നു. പിന്നെ പതിയെ കൈ കഴുകാനായിട്ട് വാഷ് ബേസിനിലേക്ക് പോയി. ഈ കാഴ്ച കണ്ടപ്പോൾ സത്യമായിട്ട് എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിച്ചു. കാരണം BTHലെ ഊണിന് 250 280 രൂപയാണ്. പിന്നെ അതിൻ്റെ ടാക്സും ആണ് കൊടുക്കേണ്ട ഒരു ഊണിന്. പക്ഷെ ആ കൊടുത്ത പൈസ രാജേട്ടൻ നന്നായിട്ട് മുതലാക്കി എന്നുള്ളതാണ്. 2 ഊണ് ഉണ്ണുന്ന വീതം രാജേട്ടൻ അടിച്ച് കയറ്റി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല രാജേട്ടൻ. ആ ആർത്തിയോടെ കഴിക്കുന്ന കണ്ടപ്പോൾ ഈ മനുഷ്യർ എത്ര പെട്ടെന്നാണ് എന്താ പറയുക, ഉയർച്ചയിലേക്കും താഴ്ചയിലേക്കും പോകുന്നതെന്ന് ഞാനിരുന്ന് ആലോചിച്ചു. അപ്പോൾ എനിക്ക് പൈസ കൊടുക്കണ്ട, കീ കാണിച്ചാൽ മതിയല്ല, താക്കോല് കാണിച്ചാൽ മതി റൂമിൻ്റെ. ഞാൻ താക്കോല് കാണിച്ചിട്ട് ഞാനങ്ങ് പോയി. പുറത്തേക്ക് നടക്കുമ്പോൾ രാജേട്ടൻ തിരക്കി, ചന്തുളെ റൂമിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഉണ്ട്, ഞാനൊരു സീരിയലിൻ്റെ കാര്യത്തിന് വന്നതാണ് മനോരമയിൽ സംസാരിക്കാൻ. എൻ്റെ കൂടെ 2 നിർമ്മാതാക്കളുണ്ട് എന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഞാനിതിനെ വിളിച്ചു വയ്ക്കണം, ഞാൻ കള്ളം പറഞ്ഞു. എൻ്റെ കൂടെ 2 നിർമ്മാതാക്കളുണ്ട്, അവരവിടെ കിടക്കുക. കാരണം അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അപ്പം രാജേട്ടൻ എൻ്റെ കൂടെ റൂമിൽ കയറിയാൽ എനിക്ക് റൂം വെക്കറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം അവിടെ കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങും. അത് ഉറപ്പാണ്. കാരണം നന്നായിട്ട് ഉറങ്ങിയിട്ട് എത്രയോ കാലമായെന്ന് ആ മുഖം പറയുന്നു. അതിൽ പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. പ്രൊഡ്യൂസർമാരുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്നൊന്നും ഒന്നും പറഞ്ഞില്ല. വളരെ കൂളായിട്ട് എന്താ ചോദിച്ചു, ശാന്തിപിള്ളയുടെ കയ്യിൽ ഒരു 500 രൂപ എടുക്കാനുണ്ടാവുമോ? ഞാനപ്പോൾ തന്നെ എടുത്തു കൊടുത്തു. എനിക്കപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ആ രൂപയ്ക്ക്, ആ 500 രൂപയ്ക്ക് ഒരു പാക്കറ്റ് വിൽസും വാങ്ങും, ഒരു ഇംഗ്ലീഷ് പുസ്തകവും വാങ്ങിക്കും. അവിടെ തീരും ആ 500 രൂപ. ഞങ്ങൾ അവസാനമായി കണ്ട കാഴ്ച BTHലെ ഈ കാഴ്ചയായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് രാജേട്ടൻ മരിച്ചു എന്നാണ്. JC സാറിനോടൊപ്പം ചിത്രാഞ്ജലിയിൽ പാട്ട് കാണാൻ കൂടെ പോയ മനുഷ്യനെ ആ പടത്തിൻ്റെ നിർമ്മാതാവായിരിക്കാം എന്ന് കരുതിയത് തിരുത്താൻ നേരിൽ പരിചയമാകുന്ന സമയം വന്നു. അതും JC സാറുമായി ഞാൻ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ, സാറ് പറഞ്ഞതെന്ന് ഞാൻ കോപ്പി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാൾ റൂമിലേക്ക് ഇദ്ദേഹം കയറി വന്നു. അപ്പോഴാണ് അയ്യോ ഇത് നിർമ്മാതാവല്ല, ഇത് സാറിൻ്റെ പഴയ അസോസിയേറ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ആ 3 പേരിൽ ഇനി ഒരാളുണ്ടല്ലോ, ആ പൊക്കം കുറഞ്ഞ മനുഷ്യൻ എഡിറ്റർ KP പുത്രൻ എന്ന ഹരിഹരപുത്രനായിരുന്നു എന്നതും പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. നല്ല സിനിമയായിരുന്നു നീ എത്ര ധന്യ. ഒരു ഞായറാഴ്ചയുടെ ഓർമ്മയ്ക്ക് എന്ന KK സുധാകരൻ്റെ നോവലേറ്റാണ് നീ എത്ര ധന്യയായത്. ശ്യാമള പണിക്കർ എന്ന മിടുക്കിയായ പെൺകുട്ടിയുടെ നനച്ചിരിക്കാതെയുള്ള ആത്മഹത്യയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ക്യാപ്റ്റൻ പണിക്കരുടെ മകളാണ് ശ്യാമള പണിക്കർ. ശ്യാമള പണിക്കർ
പണിക്കരെ എല്ലാവരും വിളിക്കുന്നത് ശ്യാമ എന്നായിരുന്നു. ശ്യാമയ്ക്ക് ഹഫീസ് അലി എന്നൊരു സുഹൃത്തുണ്ടായിരുന്നു. മരണത്തിൻ്റെ ചുരുൾ അഴിയുന്തോറും മുറുകുന്ന അവസ്ഥയിലായിരുന്നു. കാർത്തികയുടെ വ്യത്യസ്ത സിനിമയായിരുന്നു നീ എത്ര ധന്യ. പിന്നീട് നായികയായി വളർന്ന ദിവ്യ ഉണ്ണിയാണ് ശ്യാമള പണിക്കരുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത്. വലിയ ചെവിയൊക്കെ വെച്ചിട്ട്. ഹാഫിസ് അലിയായത് മുരളിയായിരുന്നു. മുരളിച്ചേട്ടൻ നായകനായ ആദ്യകാല സിനിമകളിൽ ഒന്നായിരുന്നു നീ എത്ര ധന്യ. MG സോമനായിരുന്നു ക്യാപ്റ്റൻ പണിക്കർ. ചെറിയ ബജറ്റിലെടുത്ത സിനിമയായിരുന്നുവെങ്കിലും വിചാരിച്ചത്ര കളക്ഷൻ നേടിയ സിനിമയായിരുന്നില്ല നീ എത്ര ധന്യ. നിർമ്മാതാവും വിതരണക്കാരനും എല്ലാം ഒരാൾ തന്നെ ആയതിനാൽ പരിക്ക് പറ്റാതെ പോയിരിക്കാം. ഏഞ്ചൽ ഫിലിംസ് ആണല്ലോ. ഈ സിനിമ അറിയപ്പെടുന്നത് ഒരു പാത്രത്തിലുണ്ട് ഒരു പായയിൽ ഉറങ്ങിയിരുന്ന സുഹൃത്തുക്കളായ G ദേവരാജനും ONV കുറുപ്പും 8 വർഷക്കാലത്തോളം പിണങ്ങി മാറിയ ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് ഒന്നിച്ച ആദ്യത്തെ സിനിമ എന്ന നിലയിലാണ്. കുറുപ്പ് സാറ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഹോസ്റ്റൽ മുറിയിലെ നിത്യസന്ദർശകനായിരുന്നു പരവൂർ G ദേവരാജൻ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ ഗോവിന്ദനാശാനിൽ നിന്നും പഠിച്ച സംഗീതം ഈ യുവാവിൻ്റെ മനസ്സിലുണ്ട്. സംഗീതത്തെ പൂവ് പോലെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന യുവാവ് ഹോസ്റ്റൽ മുറിയിൽ വന്നാൽ കവിത എഴുത്തിൻ്റെ അസ്കിതയുള്ള കൂട്ടുകാരൻ ONV കുറുപ്പ് എഴുതിയിട്ടിരിക്കുന്ന കവിതകളെടുത്ത് വെറുതെ ഒന്ന് മൂളും. അത് പിന്നെ തൻ്റെ മാത്രം സ്വരത്തിൽ പാടി കേൾപ്പിക്കും കൂട്ടുകാരനെ. ദേവരായ മാഷിൻ്റെ ഒരു പ്രത്യേക ശബ്ദമാണല്ലോ, ഒരു സ്ത്രൈണ ശബ്ദം. ആ ശബ്ദത്തിൽ പാടി കേൾപ്പിക്കും. അതൊക്കെ ഇരുവരുടെയും സ്വകാര്യ ആഹ്ലാദമായിരുന്നു. ക്രമേണ അത് സുഹൃത്ത് സദസ്സുകളിലേക്കും പൊതുവേദികളിലേക്കുമായി സന്നിവേശിക്കപ്പെട്ടു. 1952 KPAC-യുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകത്തിനായി ഇരുവരും കൂടി പാട്ടുകൾ ചെയ്തു. നീലക്കുരുവി നീലക്കുരുവി നീയൊരു കാര്യം ചൊല്ലുമോ എന്നുള്ള പാട്ട്, ദീപങ്ങൾ മങ്ങി കൂരിരുൾ നീങ്ങി മന്ദിരമൊന്നിതാ കാൺമു മുന്നിൽ എന്ന പാട്ട്, മൂളിപ്പാട്ടുമായി തമ്പ്രാൻ വരുമ്പോൾ ചൂളാതങ്ങനെ നിൽക്കടി പെണ്ണെ എന്നുള്ള പാട്ട്, വെള്ളാരം കുന്നിലെ പൊൻവിളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേ വാ എന്നുള്ള പാട്ട്, പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ എന്നുള്ള അനശ്വരമായ പാട്ട്, നേരം പോയി എല്ലാവരും പോയല്ലോ, കുഞ്ഞുക്കിളിയെ പൈങ്കിളിയെ വെക്കം ചെല്ലെന്നേ എന്നുള്ള പാട്ട് തുടങ്ങി അവതരണ ഗാനം അടക്കം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിക്ക് വേണ്ടി 9 ഗാനങ്ങൾ കുറുപ്പ് സാറും ദേവരാജ മാഷും കൂടി ചെയ്തു. ഒരു നാടകം കഴിഞ്ഞ് മറ്റൊരു നാടകം വരുമ്പോൾ പഴയ പാട്ടുകൾ വിസ്മൃതിയിലാകേണ്ടതാണ്. ഇവിടെ എത്ര ആയിരം പാട്ടുകളുണ്ടായിരിക്കുന്നു, ആരെങ്കിലും ഓർക്കുന്നു? 74 വർഷമാകുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പാട്ടുകൾ പിറന്നിട്ട്. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണറിയുന്നോള് അടക്കം കാലാതിവർത്തിയായി ആ പാട്ടുകൾ ഇന്നും ജീവിക്കുന്നു. 1987 നവംബർ മാസത്തിൽ ഒമാനിലെ മലയാളികൾ കേരളപ്പിറവി ആഘോഷിച്ചപ്പോൾ കുറുപ്പ് സാറ് അതിഥിയായി മസ്കറ്റിലേക്ക് പോയി. മസ്കറ്റ് നഗരം വിട്ട് ഏറെ ദൂരെ ഭാഗ്യം തേടി വന്ന തൊഴിലാളികൾ ജീവിക്കുന്ന ക്യാമ്പ് ഷെഡുകളിൽ ജീവിക്കാനുള്ള വക തേടി വന്നവരെ കാണാൻ, അവരുടെ ദുരിത കയം കാണാൻ കുറുപ്പ് സാറിനെ സംഘാടകർ കൊണ്ടുപോയി. മുന്നറിയിപ്പൊന്നും നൽകാതെ കുറുപ്പ് സാറും സംഘാംഗങ്ങളും ലേബർ ക്യാമ്പിൽ കടന്നു ചെല്ലുമ്പോൾ തൊഴിലാളികൾ മലയാളികൾ ഓരോരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചിലർ പാചകം ചെയ്യുന്നു, ചിലർ അലക്കുന്നു, അങ്ങനെ ഓരോരുത്തരും വിവിധ ഇനം പണികൾ ചെയ്യുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കവിയെ ഗാനരചയിതാവിനെ കണ്ടപ്പോൾ
അവരെല്ലാം അതിശയത്തോടെ ഓടി അടുത്തു വന്നു. കുറുപ്പ് സാറിനെ സന്തോഷിപ്പിച്ചത് ആ ക്യാമ്പിലെ ഏതോ ഇടത്തു നിന്നും ടേപ്പ് റെക്കോർഡറിലൂടെ വെള്ളാരം കുന്നിലെ പൊൻമുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവ എന്ന നാടകഗാനം പശ്ചാത്തല സംഗീതം പോലെ അപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. സാറ് വരുമെന്ന് പറഞ്ഞ് വെച്ചതല്ല, മലയാളികൾ ഗൃഹാതുരത്വം കൊണ്ട് ടേപ്പ് റെക്കോർഡിൽ കാസറ്റ് ഇട്ട് കേൾക്കുകയാണ്. ഒരു കവിക്ക് ഇതിലപ്പുറം എന്ത് വേണം അല്ലേ? സാർ അതിശയപ്പെട്ടു. കാരണം ആ ദുരിതക്കയത്തിൽ കിടക്കുമ്പോഴും അവർ മലയാളികൾ ഈ പാട്ട് കേൾക്കുന്നു. നനച്ചിരിക്കാതെ പ്രിയപ്പെട്ട കവിയെ കണ്ടപ്പോൾ അതിലൊരാൾ പറഞ്ഞത്, സാർ ഈ പാട്ട് കേൾക്കുമ്പോൾ നാട്ടിൽ ഒന്ന് വന്നു പോയതുപോലെയാണ് ഞങ്ങൾക്ക് ഇതൊരാശ്വാസമാണ് സാർ. ഞാൻ എഴുതിയ പാട്ടുകൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമായാണ് കുറുപ്പ് സാർ ആ മലയാളി പറഞ്ഞ വാചകം സ്വീകരിച്ചത്. ആരുടെയൊക്കെയോ ഹൃദയത്തിൽ ഈ പാട്ടുകൾ ഗൃഹാതുരത്വം ഉണർത്തുന്നുവെങ്കിൽ വിദൂരസ്ഥരായ പ്രവാസികൾക്കത് സാന്ത്വനമാകുന്നു എങ്കിൽ അതിൽ പരം എന്ത് സാഫല്യം എന്നാണ് കുറുപ്പ് സാറിൻ്റെ ചോദ്യം. 21/4/1955 കാലം മാറുന്നു എന്ന സിനിമ തിയേറ്ററിലെത്തി. 1955 NB ചെല്ലപ്പൻ നായർ തിരക്കഥ എഴുതി, തിരക്കഥ എഴുതി R വേലപ്പൻ നായർ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഈ പറയുന്ന കാലം മാറുന്നു എന്ന ചിത്രത്തിലൂടെയാണ് ദേവരാജൻ മാഷും ONV കുറുപ്പും സിനിമയിലേക്ക് കാലെടുത്ത് വച്ചത്. ആ മലർ പൊയ്കയിൽ ആടിക്കളിക്കുന്ന ഒരു ഓമന താമര പൂവേ, മാനത്തു നിന്നൊരു ചെങ്കതിർമാല നിൻ മാറിലേക്ക് ആരെ എറിഞ്ഞു എന്നുള്ള പാട്ട് KS ജോർജും KPAC സുലോചനയുമാണ് ആ പാട്ട് പാടിയത്. ഈ പാട്ടടക്കം 5 ഗാനങ്ങൾ കാലം മാറുന്നതിലുണ്ടായിരുന്നു. നിരവധി ഹിറ്റ് ഗാനങ്ങൾ ONVയും ദേവരാജനും കൂടി പിന്നീടുണ്ടാക്കി. മാതള മരലെ മാരന് നേദിച്ച മുന്തിരി നീരെ എന്നുള്ള കളിയോടത്തിലെ പാട്ട്, അത്തപ്പൂ ചിത്തിരപ്പൂ, അക്കരെ ഇക്കരെ പൂക്കാലം, മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ താമര പൂവിലുണർന്നവളെ, കാട്ടുപൂക്കളിലെ പാട്ടുകളാണിത്. വാർതിങ്കൾ തോണിയേറി വാസന്തരാവിൽ വന്ന ലാവണ്യ ദേവതയല്ലേ എന്നുള്ള കരുണയിലെ പാട്ട്, എന്തിനീ ചിലങ്കകൾ എന്തിനീ കൈവളകൾ, പ്രിയൻ എന്നരികിൽ വരില്ല എങ്കിൽ എന്നുള്ള പാട്ട്, സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിൽ ഒഴിഞ്ഞു തോഴി എന്നുള്ള പാട്ട്, ഇതെല്ലാം കരുണയിലെ പാട്ടുകളാണ്. അതുപോലെ കുമാരസംഭവത്തിൽ പൊൽത്തിങ്കൽക്കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാദ്ര ശൃംഗങ്ങളിൽ എന്നുള്ള പാട്ട്, നീലക്കണ്ണുകൾ എന്ന സിനിമയിലെ കല്ലോലിനി വന കല്ലോലിനി നിൻ തീരത്ത് വിടരും ദുഃഖപുഷ്പങ്ങളെ താരാട്ട് പാടി ഉറക്കൂ എന്നുള്ള പാട്ട്. ഇതിങ്ങനെ പ്രശസ്തമായ കുറേ പാട്ടുകൾ ദേവരാജനും ONVയും കൂടി ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് വയലാറിൻ്റെ കടന്നുവരവ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം സിനിമയായപ്പോൾ നാടകത്തിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിട്ടും സിനിമയിൽ വയലാറാണ് പാട്ടുകൾ എഴുതിയത്. ദേവരാജ മാഷ് തന്നെയായിരുന്നു പക്ഷേ ആ സിനിമയിലും സംഗീതം. 6 പാട്ടുകൾ സിനിമയിലുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും നാടകത്തിലെ പാട്ടുകൾ പോലെ തന്നെ പോപ്പുലറായി മാറി. ദേവരാജിൻ്റെ സംഗീതത്തിന് വയലാറിൻ്റെ വരികളാണ് മേന്മയുള്ളത് എന്ന തരത്തിലേക്ക് കാലം മാറ്റി. മദ്രാസിൽ വന്ന് ONV കുറുപ്പ് താമസമാക്കിയാൽ ഒരുപാട് അവസരങ്ങൾ തേടി വരാം എന്ന ദേവരാജൻ്റെ നിർദ്ദേശമൊന്നും കുറുപ്പ് സാറ് അംഗീകരിച്ചില്ല. വയലാർ ദേവരാജൻ ടീം പ്രബലരായി മാറുകയും ചെയ്തു. MB ശ്രീനിവാസനടക്കം നിരവധി പ്രശസ്തരോടൊപ്പം ജോലിയിൽ നിന്ന് ലീവ് എടുക്കാതെ തന്നെ കുറുപ്പ് സാർ എഴുതിയ പാട്ടുകളും ഹിറ്റുകൾ സമ്മാനിച്ചു. സേതുമാധവൻ്റെ നക്ഷത്രങ്ങളെ കാവലും PA ബക്കറിൻ്റെ മണ്ണിൻ്റെ മാറലുമാണ് ONV കുറുപ്പും ദേവരാജൻ മാഷും അകലുന്നതിന് തൊട്ട് മുൻപ് ചെയ്ത സിനിമകളിലെ പാട്ടുകൾ എന്നെനിക്ക് തോന്നുന്നു. ഈ 2 സിനിമയിലെ പാട്ടുകളും ശ്രദ്ധേയമായില്ല ഒരു തരത്തിലും. എവിടെയോ വച്ച്
ഈ സുഹൃത്തുക്കൾ പിരിഞ്ഞു. 7-8 വർഷം പരസ്പരം മിണ്ടാതെ, പരസ്പരം കാണാതെ അവർ 2 ലോകത്ത് ജീവിച്ചു. വയലാർ നനച്ചിരിക്കാതെ പോയിട്ടും ഈ ടീം അകന്നു തന്നെ ജീവിച്ചു. എന്താ കുറുപ്പ് സാറേ മാഷുമായി അകലാൻ കാരണം എന്ന് ചോദിച്ചാൽ, വിഷാദ ഛായയുള്ള ഒരു ചിരിയിൽ കുറുപ്പ് സാറ് ഉത്തരം അവസാനിപ്പിക്കുമായിരുന്നു. ദേവരാജൻ മാഷിനോട് പിന്നെ ആരും ഇതൊന്നും ചോദിക്കുകയില്ല. അദ്ദേഹം നല്ല പാട്ടുകൾ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ഞാനും മോശമല്ലാത്ത പാട്ടുകൾ ചെയ്യുന്നു, അതുപോരെ? ഇതായിരുന്നു ദേവരാജ മാഷിൻ്റെ മറുചോദ്യം. 2 പേരും തങ്ങളുടെ യൗവനകാലത്ത് ദൃഢമായ സൗഹൃദം മൗനത്തിലൂടെ തുടർന്നു. ഇവിടെ വേണമെങ്കിൽ പുറത്തു വരാത്തൊരു കാര്യം പറയാം. രാജീവൊക്കെ ഈ പ്രോഗ്രാം കാണുകയാണെങ്കിൽ എന്നോട് വിഷമം തോന്നരുത്. ഞാൻ ജെ.സി. സാറിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ ജെ.സി. സാർ പറഞ്ഞു, ദിനേശ് നമുക്ക് കുറുപ്പ് സാറിനോട് എന്തും ചോദിക്കാം, മാഷിനോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. എനിക്ക് ഇത്രയും സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും മാഷിനോട് എനിക്കിത് ചോദിക്കാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ ചോദിച്ചു, മാഷെ എന്താണ് നിങ്ങൾ തമ്മിൽ അകലാൻ കാര്യം? നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം ചോദിച്ചപ്പോൾ എന്നോട് ഒരു ആക്ഷൻ മാത്രമാണ് ദേവരാജൻ മാഷ് കാണിച്ചത്. ഞങ്ങൾക്ക് എന്ത് ആക്ഷൻ? ദേവരാജൻ മാഷ് ഇങ്ങനെ കാണിച്ചു, ഇവിടെയാണല്ലോ ഹൃദയം, ഇങ്ങനെ കാണിച്ചിട്ട് ഇത്രേ മറുപടി പറഞ്ഞുള്ളൂ. അതിനെ വൈന്യ കുറുപ്പിൻ്റെ ഹൃദയത്തിൽ ഞാനില്ല എന്നോ വൈന്യ കുറുപ്പിന് ഹൃദയമില്ല എന്നോ ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഇത്രേ ദേവരാജൻ മാഷ് കാണിച്ചുള്ളൂ. ഇങ്ങനെ റൗണ്ടാക്കി കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു എന്നാണ് എന്നോട് ജെ.സി. സാർ പറഞ്ഞത്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകങ്ങളിൽ നായകനായി ജെ.സി. കുറ്റിക്കാടെത്തി. KPAC വിട്ട O. മാധവനും ദേവരാജനും ONVയും കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നട്ടെല്ലായിരുന്നല്ലോ. അവിടെ മുതൽ ദേവരാജൻ മാഷുമായിട്ട് ജെ.സി. സാറിന് നല്ല ബന്ധമുണ്ട്. കാളിദാസയിലെ ഒരു നായികയുമായി ഹൃദയം കൊണ്ട് ജെ.സി. സാർ കയറി കൊരുത്തു. പിരിയാനാകാത്ത പ്രണയം തളിർത്ത് പൂവിട്ടു. ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററേക്കാൾ കഠിനമായി നാടക ട്രൂപ്പിനെ ദേവരാജ മാഷ് നയിക്കുന്ന കാലമാണ്. നടികളുമായി ആരെങ്കിലും സംസാരിച്ചാൽ മാഷ് ഫൈൻ അടിക്കുന്ന കാലം. സ്റ്റേജിൽ നാടകത്തിലെ പാട്ട് പാടുന്ന സമയത്താണ് നായികയുടെ ചെവിയിൽ സല്ലാപം നായകന്മാരും നടന്മാരും ഒക്കെ നടത്തുന്നത്. അതാണ് ഏക പോവഴി. അഭിനയിക്കുകയില്ലേ, മാഷിന് തടയാനാവില്ലല്ലോ. കാമുകിയുടെ കാതിൽ പ്രണയമന്ത്രങ്ങൾ കാമുകൻ ഉരുവിടുന്നത് അപ്പോഴാണ്. അത് ജെ.സി. സാറാണ് എനിക്ക് പറഞ്ഞു തന്നെ. പാട്ടുപാടി അഭിനയിക്കും പോലെ പോയിട്ട് കാതിൽ കാര്യങ്ങളെല്ലാം പറയുമെന്ന്. ഇത്രയും കഠിനമായ അച്ചടക്കം കൊണ്ടുവന്ന ദേവരാജൻ മാഷിൻ്റെ ആ ട്രൂപ്പിലെ ഒരു നടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ഭയങ്കരനാണെന്ന് കൂടി ഇവിടെ ഓർക്കണം. അതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ദേവരാജൻ മാഷിനെ പോലെ ഒരു ഹെഡ് മാസ്റ്ററേക്കാൾ കാർക്കശ്യം കാണിക്കുന്ന ഒരു മനുഷ്യൻ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അമ്മയെ, ഒരു സഹപ്രവർത്തകയെ സ്നേഹിച്ച് കല്യാണം കഴിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. ആ അമ്മയെ കണ്ടാലോ പൊന്നുപോലെയല്ലേ ഇരിക്കുന്നത് ദേവരാജൻ മാഷിൻ്റെ ഭാര്യ. ഞാൻ പലപ്പോഴും ആലോചിക്കും അതെങ്ങനെ സംഭവിച്ചു. എന്തായാലും പിരുന്ന ലീലാമണി അമ്മ അങ്ങോട്ട് കയറി മാഷിനോട് എനിക്ക് താങ്കളെ ഇഷ്ടമാണെന്ന് പറയില്ല, എനിക്ക് കൊന്നുകളായി. അപ്പം മാഷായിരിക്കും ഇങ്ങോട്ട് പറഞ്ഞത്. എങ്ങനെ പെരുന്ന ലീലാമണി അമ്മയോട് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. അതൊരു അതിശയമാണ്. എന്തായാലും നാടകത്തിൽ നിന്നും സിനിമയിൽ നടനായി മാറി ജെ.സി. സാർ. പിന്നെ അദ്ദേഹം സംവിധായകനായി മാറിയ ആളാണല്ലോ. തൻ്റെ ആദ്യ സിനിമ ശാപമോക്ഷത്തിൻ്റെ സംഗീത സംവിധാനം ദേവരാജൻ മാഷിനെയാണ് ജെ.സി. സാർ ഏൽപ്പിച്ചത്. പക്ഷെ പാട്ട് എഴുതിച്ചത് പി. ഭാസ്കരൻ മാഷിനെ കൊണ്ടായിരുന്നു. ജയൻ ആദ്യമായി അഭിനയിച്ച സിനിമ കൂടിയാണല്ലോ ശാപമോക്ഷം. ഇതിൽ ഒരു വിവാഹ റിസപ്ഷനിൽ ജയൻ പാടി അഭിനയിച്ച ഒരു പാട്ടുണ്ട്. ആദ്യത്തെ രാത്രിയെ വരവേൽക്കാൻ കാർത്തിക വിളക്കുകൾ കൊളുത്തി കണ്ണുകൾ കാർത്തിക വിളക്കുകൾ കൊളുത്തി എന്ന യേശുദാസ് പാടിയ മനോഹരമായ ശ്രദ്ധേയമായ ഒരു പാട്ട്. ദേവരാജ മാഷിന് പിന്നാലെ M.K. അർജുനനെയും ഇളയരാജയെയും K.J. ജോയിയെയും ജോൺസനെയും ഔസേപ്പച്ചനെയും ഗാനഗന്ധർവൻ യേശുദാസിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ, ജെ.സി. സാറിൻ്റെ സിനിമകളിൽ
സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ONV അടക്കം പലരും പാട്ടുകളും എഴുതിയിട്ടുണ്ട്. ജേസി സാറിൻ്റെ പുറപ്പാടിനായി ONV ഔസേപ്പച്ചൻ ടീമൊരുക്കിയ ഗാനങ്ങളും താറാവിനായി കുറുപ്പ് സാർ എഴുതി യേശുദാസ് സംഗീതം നൽകിയ ഗാനങ്ങളും ഒക്കെ ശ്രദ്ധേയമായിരുന്നു. പ്രത്യേകിച്ചും താറാവിലെ യേശുദാസ് സംഗീതം നൽകി യേശുദാസ് തന്നെ പാടിയ തക്കടമുണ്ടൻ താതാവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. തക്കടമുണ്ടൻ താതാവേ തവിട്ടുമുണ്ടൻ താറാവേ ഇസ്തം കൂടാൻ, നല്ല പാട്ടാണ് മാളാരവന്തം പാടുന്നത്. നീ എത്ര തന്നെയുടെ കഥാചർച്ചയും വള്ളേനിടലും അഭിനേതാക്കൾ നിശ്ചയിക്കലും ഒക്കെ നടക്കുമ്പോൾ സംഗീത വിഭാഗം ആരെയൊക്കെ ഏൽപ്പിക്കാമെന്ന ആലോചന വന്നു. അപ്പോഴാണ് ജേസി സാറിൻ്റെ മനസ്സിൽ ഒരാശയം മുളപൊട്ടിയത്. ഏതാണ്ട് 8 വർഷമായി കുറുപ്പ് സാറും ദേവരാജനും ആ ടീം ഒരു പടത്തിലും പാട്ടുകൾ ചെയ്തിട്ടില്ല. പാട്ടെഴുതാമെന്ന കുറുപ്പ് സാറിനോടും സംഗീതം ചെയ്യാൻ നിന്ന മാഷിനോടും ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ജേസി സാർ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉത്തരം പറയാതെ ചിരിച്ചു രണ്ടുപേരും. എന്തുകൊണ്ട് ഇവരെ കൊണ്ട് നീ എത്ര തന്നെയുടെ പാട്ടുകൾ ചെയ്യിച്ചുകൂടാ എന്നായി. ദേവരാജൻ മാഷ് തിരുവനന്തപുരത്ത് കരമനയ്ക്ക് താഴെ നീറമങ്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ദേവരാജൻ മാഷ് താമസിക്കുന്ന വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാധുര്യമ്മ വന്നും പോയും താമസിക്കുന്നുണ്ട്. വിഷയം ആദ്യം വോയിനോട് തന്നെ ജേസി സാർ ചോദിച്ചു. അദ്ദേഹം മൗനിയായിരുന്നു. മനസ്സിലെ ഒളിച്ചു വെച്ച ഭാരം അദ്ദേഹത്തെ വിഷമവൃത്തത്തിലാക്കി. ദേവരാജ മാഷിനോട് ഈ ആശയം തിരക്കി. ഓ, അതൊന്നും ശരിയാവില്ല എന്നായിരുന്നു മാഷിൻ്റെ ഉത്തരം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വേഗം പിണങ്ങുന്ന ആൾ കുറുപ്പ് സാറാണ്. ദേവരാജ മാഷ് കുറച്ചുകൂടി ചിന്തിക്കും. പിണങ്ങിയാലും വേഗം ഇണങ്ങുകയും ചെയ്യും ദേവരാജ മാഷ്. പതിവായി കുറുപ്പ് സാറിനെ കൊണ്ട് പാട്ട് എഴുതിക്കുന്നവർ അടുത്ത ഒരു പടത്തിൽ മറ്റൊരാളെ കൊണ്ട് പാട്ട് എഴുതിച്ചാൽ പിന്നെ ആ സംവിധായകനെ കാണുമ്പോൾ പൂരത്തിന് കണ്ട പരിചയം കാണിക്കില്ല കുറുപ്പ് സാർ. ഞാൻ നേരി കണ്ടിട്ടുള്ള കാഴ്ചയാണത്. ജാലകം കഴിഞ്ഞിട്ട് ഹരികുമാർ സാറ് ഇല്ലിക്കാടും ചെല്ലക്കാറ്റും എന്ന് പറഞ്ഞ സിനിമ എടുക്കുക. ചുനക്കര രാമൻകുട്ടിയെ കൊണ്ട് അതിലെ പാട്ടുകൾ എഴുതിച്ചു. 2 പാട്ടേ ഉള്ളൂ. അതിൽ ആ മനസ്സിലൊരു മന്ദാരക്കാട് എന്നുള്ള നല്ല ഹിറ്റുമായിരുന്നു. യാദൃച്ഛികമായി ഹരിസാർ കുറുപ്പ് സാറിനെ കണ്ടപ്പോൾ അടുത്തേക്ക് ചെന്നു. ഒരു കുശലവും കുറുപ്പ് സാർ ചോദിച്ചില്ല എന്നുള്ളതാണ്. എൻ്റെ ഹരികുമാർ സാർ എന്ന് പറഞ്ഞതാണ്. പൂരത്തിന് കണ്ട പരിചയം കാണിച്ചില്ല. കാരണം പുതിയ പടത്തിൽ കുറുപ്പ് സാറല്ല പാട്ട് എഴുതിയത് എന്ന് കുറുപ്പ് സാർ അറിഞ്ഞു. എന്തായാലും ഇല്ലിക്കാടും ചെല്ലക്കാറ്റും കുറുപ്പ് സാറിൻ്റെ ശാപം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ പടം പാതി വഴിയിൽ മുടങ്ങി. ബാലചന്ദ്രൻ മേനോൻ വരാതെ മുടങ്ങിയല്ലോ. ഇനി ആ പ്രോജക്റ്റ് നടക്കില്ല എന്ന് ഉറപ്പായപ്പോൾ പുതിയ തിരക്കഥയിൽ ഊഴം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇല്ലിക്കാടും ചെല്ലക്കാറ്റിൻ്റെ സംഗീത സംവിധായകൻ MK അർജുനനാണ്. അർജുന മാഷിനെ തന്നെ ഊഴത്തിൻ്റെയും സംഗീത സംവിധായകനാക്കി. പാട്ടെഴുതാൻ കുറുപ്പ് സാറിനെ ക്ഷണിച്ചു. പിണക്കമെല്ലാം മാറ്റിവെച്ച് സാർ വന്ന് സഹകരിച്ചു. അങ്ങനെ കാണാനഴകുള്ള മാണിക്യ കുയിലേ എന്നുള്ള മനോഹരമായ വേണുഗോപാൽ പാടിയ പാട്ട് ജന്മമെടുത്തു. ഹരികുമാറേ, എൻ്റെ ഒരു അടുപ്പക്കാരന് ഒരു ചെറിയ സിനിമ എടുത്താൽ കൊള്ളാം എന്നുണ്ട്. കുട്ടികളുടെ സിനിമ ആയാലും മതി, വലിയ തുക മുടക്കാനാവില്ല, ചെയ്യാമോ എന്ന് അതും കുറുപ്പ് സാറാണ് ചോദിക്കുന്നത്. ചെയ്യാം. എൻ മോഹൻ്റെ ഒരു കഥയെടുത്ത് തിരക്കഥ ഉണ്ടാക്കി ഞാനും ഹരികുമാർ സാറും കൂടി ഇരുന്നു. പ്രശാന്ത് ഹോട്ടലിൽ ഒരു 6-7 മാസം ഇരുന്നാണ് ഉണ്ടാക്കിയ തിരക്കഥ. അപ്പോഴാണ് നനച്ചിരിക്കാതെ തിരുവനന്തപുരം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി കുറുപ്പ് സാറിനെ LDF നിർത്തി. ആ പ്രോജക്റ്റ് അതുകൊണ്ട് തന്നെ ആ വഴിയെ പോയി. ഈ പടമാണ് ഒരു ചെറുപുഞ്ചിരി എന്ന പേരിൽ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസറായി വന്ന പങ്കജ് സേനെ വെച്ച് എന്നെ വെട്ടി ഹരിസാർ 10 വർഷത്തിന് ശേഷം ചെയ്തത്. 7 ആർട്സിനായി ഞാൻ ഒരു സീരിയൽ ചെയ്യാൻ എന്നെ അങ്ങോട്ട് വിളിച്ച് എറണാകുളത്ത് ഓഫീസിൽ വരാൻ പറഞ്ഞ് ഞാൻ ചെന്ന് വിജയകുമാർ സാറിനെ കണ്ട്, ദിനേശ് ഞങ്ങൾ സൂര്യ TV യിൽ സ്ഥിരമായി സീരിയൽ ചെയ്യുന്നവരാണ്,
അടുത്ത സീരിയൽ ദിനേശിനെ കൊണ്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഉണ്ട്. ഏത് കഥ? ഞാൻ പറഞ്ഞു മല്ലിക യൂനസിൻ്റെ കണ്ണാടി മാളിക എന്ന് പറഞ്ഞൊരു നല്ല സ്റ്റോറിയുണ്ട്, അപ്പോൾ നമ്മളത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ചർച്ചയും കാര്യങ്ങളും ഒക്കെ തുടങ്ങി. ഒരു ടൈറ്റിൽ സോങ് വേണം. ജാതകം ഒക്കെ ചെയ്ത സംഗീത സംവിധായകൻ സോമശേഖരൻ നായരെ സംഗീതം ഏൽപ്പിച്ചു, നമ്മളെ സുരേഷ് ഉണ്ണിത്താൻ്റെ ചേട്ടനെ. പാട്ടെഴുതിക്കാൻ ഞാൻ തന്നെ കുറുപ്പ് സാറിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ടു. കാര്യങ്ങൾ, കഥാസന്ദർഭം എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എണീക്കുമ്പോൾ ദിനേശ് വിജയകുമാറിനോട് ഞാൻ പ്രതിഫലം പറയില്ല, സീരിയലാണെങ്കിലും ദിനേശ് എനിക്ക് 5000 രൂപ വാങ്ങിത്തരണം. അന്ന് കുറുപ്പ് സാർ ഒരു പടത്തിലെ ഒരു പാട്ടിന് 5000 രൂപ വെച്ചാണ് വാങ്ങണേ. അതുകൊണ്ട് സീരിയലാണെന്നുള്ള ചേരുതിരൊന്നും വേണ്ട, എനിക്കൊരു 5000 രൂപ വിജയകുമാറിൻ്റെ നിന്ന് വാങ്ങിത്തരണം. ഇക്കാര്യം സെവൻ ആർട്സ് വിജയകുമാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അതിശയം. സെവൻ ആർട്സിൻ്റെ നക്ഷത്രങ്ങൾ, പഞ്ചാഗ്നി തുടങ്ങിയ ആദ്യകാല സിനിമകൾ മുതൽ എഴുതുന്ന കുറുപ്പ് സാർ ദിനേശിനോട് പ്രതിഫലം പറഞ്ഞോ? അവൻ പറഞ്ഞു 5000 രൂപ വേണമെന്ന് പറഞ്ഞു. കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ 5000 രൂപ കൊണ്ട് ഒരു കവറിലിട്ട് സാറിന് എത്തിക്കുകയും ചെയ്തു. ജെ.സി. സാറിൻ്റെ നിരന്തരമായ അഭ്യർത്ഥന ഇരുവർക്കും, ONV കുറുപ്പിനും ദേവരാജനും തള്ളാനായില്ല. ഇരുവരും പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ പിണങ്ങിയൊന്നും നടക്കുന്നവരല്ല, അങ്ങനെ ജെ.സി. ഞങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കി. പക്ഷേ ജെ.സി. സാർ വിട്ടില്ല, പിണക്കമാണെന്ന് സാറിനറിയാമല്ലോ. അങ്ങനെ ആ സുദിനമെത്തി. ആരുടെ മുറിയിലെത്തിക്കും എന്നതായി അടുത്ത പ്രശ്നം. ക്ഷിപ്രകോപികളാണല്ലോ രണ്ടും. ഞാൻ ദേവരാജൻ്റെ മുറിയിൽ വരില്ല എന്ന് ONV കുറുപ്പോ, കുറുപ്പിൻ്റെ മുറിയിൽ ഞാൻ വരില്ല എന്ന് ദേവരാജനോ വാശി പിടിച്ചാൽ സംഗതി കുളമാവും. അതിന് ജോൺ പോൾ ഒരു വഴി കണ്ടെത്തി. മൂന്നാമതൊരു മുറിയെടുക്കുക. ഞാൻ കുറുപ്പ് സാറിനെയും ജെ.സി. മാഷിനെയും ആ റൂമിൽ, അവരവരുടെ റൂമിൽ നിന്ന് അവിടേക്ക് കൊണ്ടുവരിക, ഈ മൂന്നാമത്തെ മുറിയിൽ. അങ്ങനെ തന്നെ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം, 8 വർഷങ്ങൾക്ക് ശേഷം ഇരുവരും മുഖാമുഖം കാണുകയാണ്. ഇന്നലെ ചായയും കുടിച്ച് പിരിഞ്ഞതുപോലെ രണ്ടുപേരും ചിരിയോടെ അടുത്തേക്ക് വന്നു. രണ്ടുപേരും അടുത്തേക്ക് വന്നു, വളരെ സന്തോഷവാന്മാരായി. നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം എന്നുള്ള രീതിയിൽ. പാട്ടെഴുതാനും ട്യൂൺ ചെയ്യാനും വന്നത് ഇരുവരും മറന്നു. വീട്ടുകാര്യവും മക്കളുടെ കാര്യവും മക്കളുടെ കാര്യവും ഒക്കെ സംസാരിച്ച് കുറേ നേരം. ഇവിടെ ജോൺ പോൾ എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ നിൽക്കുന്നതോ ജെ.സി. സാർ എന്ന് പറഞ്ഞ സംവിധായകൻ നിൽക്കുന്നതോ ഒന്നും മൈൻഡ് ചെയ്യാതെ രണ്ടുപേരും കൂടെ ഇരുന്ന് കുശലം പറഞ്ഞുകൊണ്ടേയിരുന്നു, ചിരിച്ച് കളിച്ച് സംസാരിക്കുക. 8 വർഷം മുഖാമുഖം നോക്കാതിരുന്നവരാ. കുശലം പറഞ്ഞ് അങ്ങനെ മണിക്കൂറുകൾ അങ്ങ് പോയി. സംസാരത്തിനൊടുവിൽ ഒരു കടലാസ് പോക്കറ്റിൽ നിന്നെടുത്ത് കുറുപ്പ് സാറ് ദേവരാജ മാഷിന് നീട്ടി. ദേവരാജ മാഷ് ആ കടലാസിലെ വരികൾ വായിച്ചു. നല്ല മനോഹരമായ ലെറ്ററാണ് കുറുപ്പ് സാറിൻ്റെ. അയ്യോ, എന്തോ കൊതിപ്പിക്കുന്ന അക്ഷരമാണ് കുറുപ്പ് സാറിൻ്റെ. അതിൽ കുറുപ്പ് സാർ മനോഹരമായ കൈപ്പടയിൽ എഴുതിയിരിക്കുന്നത്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചു പോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർ കാറ്റിൽ ഇലച്ചാർത്ത് ഉലഞ്ഞ നേരം, ഇറ്റിറ്റ് വീഴും നീർത്തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലകവാതിലിൽ ചാരെ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി നീ എൻ്റെ അരികിലുണ്ടായിരുന്നെങ്കിലും. ഒരു നിമിഷം ദേവരാജ മാഷ് വേണ്ടായിരുന്നു, പിണങ്ങണ്ടായിരുന്നു എന്ന് ആലോചിച്ച് കാണും. പാട്ടുകൾ ഭംഗിയായി തിരുവനന്തപുരം തരങ്കണിയിൽ റെക്കോർഡ് ചെയ്തു. അവിടെ മുതൽ ഇരുവരും പഴയ യൂണിവേഴ്സിറ്റി പഠനകാലത്തെ സുഹൃത്തുക്കളായി മാറി. ദേവരാജൻ മാഷാണല്ലോ ആദ്യം പോയത്. അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണാൻ വന്ന ONV കുറുപ്പ് സാർ പൊട്ടി കരയുന്ന കണ്ടപ്പോൾ അതിലുണ്ടായിരുന്നു എല്ലാം. ദേവരാജ, നമ്മൾ പിണങ്ങിയതിൽ സോറിയടാ എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞത്.
നമ്മളല്ലേ ആദ്യമായിട്ട് പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഉണ്ടാക്കിയത്. നീ മുമ്പേ പോവുകയാണോ എന്ന് ചോദിച്ചതാവാം. നിസ്സാര കാര്യത്തിന് നമ്മൾ പിണങ്ങാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് എത്ര പാട്ടുകൾ നമ്മൾ തമ്മിൽ ചെയ്യേണ്ടത് നഷ്ടപ്പെട്ടിരിക്കാം എന്ന് ചിന്തിച്ചിരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും കുറുപ്പ് സാർ കരയുന്നത് കണ്ടു നിൽക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഇവരുടെ രണ്ടുപേരുടെയും ഭാര്യമാരും അതുപോലെ തന്നെ സ്നേഹം പങ്കിട്ടവരായിരുന്നു. എന്തായാലും ONV കുറുപ്പ് സാറിനെയും ദേവരാജ മാഷിനെയും ഒന്നിപ്പിക്കാൻ എൻ്റെ ഗുരുനാഥനായ JS സാറിന് കഴിഞ്ഞു എന്നുള്ളത് ഒരു പുണ്യപ്രവൃത്തിയാണെന്ന് ഞാൻ പറയും. കാരണം ആ നീയത്ര തന്നെയായെന്നുള്ള പടം നടന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിലെ പാട്ടുകൾ ചെയ്തില്ലായിരുന്നെങ്കിൽ മരണം വരെയും രണ്ടുപേരും മാനസികമായി അകന്ന് തന്നെ ജീവിച്ചേനെ. രണ്ടുപേരും പരസ്പരം കുറ്റം പറയാതെ അകന്ന് തന്നെ ജീവിച്ചേനെ. പക്ഷേ ആ രണ്ട് പ്രതിഭകളെയും, രണ്ട് സുഹൃത്തുക്കളെയും, ഇണക്കുരുവികളെ പോലുള്ള രണ്ട് സുഹൃത്തുക്കളെയും ഒന്നിപ്പിക്കാനായത് JS സാറിൻ്റെ നന്മ മനസ്സ് അതൊന്നു തന്നെയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇതിൽ കുറുപ്പ് സാർ എഴുതി ദേവരായ മാഷ് സംഗീതം നൽകിയ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട ഗായകൻ മുരളീധർ പാടും. കേട്ടു നോക്കൂ. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലിലച്ചാത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഋത്തന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈല് ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ, സ്നിഗ്ധമാരുടെയോ മുടിച്ചാർത്തിലൻ മുഗ്ധസങ്കൽപ്പം തലോടി നിൽക്കേ, ഏതോ പുരാതന പ്രേമകഥയിലെ ഗീതികളെന്നിൽ ചിറകടിക്കേ, ഗീതികളെന്നിൽ ചിറകടിക്കേ, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി.